ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി ഈശനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ ഗീതി പാടിടുവിൻ. ഓർശ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കണമേ, രക്ഷിക്കണമേ. ഇതോട് രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. വിശുദ്ധ പുരുഷനാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ക്രമ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. വാനിടമേ ദേവദൂതനെ, നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതുകൂടാതെ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ.
കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് അങ്ങ് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലഭിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുകയും നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ആത്മീയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലം ഒഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അബന്ധിതമായിരുന്ന മഞ്ഞ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിങ്ങളെ എളിമപ്പെടുത്തുവാനും പരീക്ഷിക്കുവാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടുവാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റ് ദേവന്മാരുടെ പിറകിൽ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനതകളെ പോലെ നിങ്ങളും നശിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർ സഭയ്ക്ക് ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മിശിഹായിലെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ മനസ്സും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മാത്സര്യമോ വ്യർത്യാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഈശോ മിശിഹായ്ക്കുള്ള ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യന്തികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവനെ നൽകുകയും ചെയ്തു. ഇത് ഈശോയുടെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്നതിനും ഈശോ മിശിഹാ കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ വിളവേ
നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ മദ്ദസ്നായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലോണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതിരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതിചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുവാൻ തീരുമാനമെടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ സന്ദേശം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുവാൻ തീരുമാനമെടുക്കുന്നു. യേശു കഫർനഹൂമിലേക്ക് പോകുകയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു കഫർനഹൂമിലേക്കുള്ള യാത്ര. കാരണം അത് സെബുലോൺ നഫ്താലി പ്രദേശങ്ങളുടെ അടുത്താണ്. തിബേരിയോസ് കടലിൻ്റെ വടക്കിഴക്കുള്ള ഭാഗമാണ് ഈ കഫർനഹൂം എന്ന് പറയുന്നത്. അങ്ങനെ അവിടേക്ക് പോകാൻ കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 പ്രവചനങ്ങളാണ്. 9-ാം അധ്യായം 1-2 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് രേഖപ്പെടുത്താൻ കാരണം BC 733 അസീറിയ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഏറ്റവും ആ യുദ്ധത്തിൽ വേദന അനുഭവിക്കേണ്ടി വന്നത് സെബുലോൺ നഫ്താലി ഗോത്രങ്ങളാണ്. കുറേ മനുഷ്യർ, ഈ 2 ഗോത്രങ്ങളിലുള്ള കുറേ മനുഷ്യർ വധിക്കപ്പെടുകയും കുറേ പേരെ തടങ്കലാക്കുകയും കൊണ്ടുപോകുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് വിജാതിയർ വന്ന് സെബുലോൺ നഫ്താലി പ്രദേശങ്ങളിൽ വാസമുറപ്പിച്ചു. അങ്ങനെ ഒരു സങ്കരവർഗം അവിടെ രൂപപ്പെട്ടു. അതുകൊണ്ട് യഹൂദർക്കും സെബുലോൺ നഫ്താലി പ്രദേശത്തുള്ള ജനങ്ങളെ ഇഷ്ടമായില്ല, വിജാതിയർക്കും ഇഷ്ടമായില്ല. അങ്ങനെ അപമാനിതരും നിന്ദിതരുമായി കഴിഞ്ഞിരുന്ന സെബുലോൺ നഫ്താലി പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ ഗോത്രങ്ങളിലുള്ള വംശജരോട്, അവിടെയുള്ള ജനങ്ങളോട് യെശയ്യാ പ്രവാചകൻ പറയുന്നു, നിന്ദിതരും അപമാനിതരുമായി നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക് ഈ അന്ധകാരത്തിൽ ഒരു പ്രകാശം ലഭിക്കും. നിങ്ങളുടെ ഈ കൂരിരുട്ടുള്ള പ്രദേശത്ത് ഒരു ദീപ്തി ഉദയം ചെയ്യുമെന്ന് പ്രവാചകൻ പ്രവചിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ച പ്രവാചകൻ സെബുലോൺ നഫ്താലി പ്രദേശത്തുള്ള ഗോത്രത്തിലുള്ള വംശജരെ ദൈവത്തെങ്കിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ടാണ് 9-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം വായിക്കുക, സെബുലോൺ നഫ്താലി പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ നിന്ദിതരായിരുന്നു. അവരോടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അന്ധകാരത്തിൽ ഒരു പ്രകാശം ഉദിക്കുമെന്ന്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമെന്നോണം യേശു സെബുലോൺ നഫ്താലി പ്രദേശത്തിലേക്ക് പോകുകയാണ്. യഹൂദർ താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് പ്രവചനം പൂർത്തിയാകുമാറ് ഈശോ ചെല്ലുകയാണ്. അവിടെ വെച്ച് ജനം അറിയുന്നു, യേശു പറയുന്നു, ഞാൻ അന്ധകാരത്തിൽ ഉദിച്ച പ്രകാശമാണ്. മരണത്തിന്റെ മേഖലയിലും നിഴലിലും ജീവിക്കുന്നവർക്ക് ജീവനായിട്ടാണ് ഞാൻ വന്നത്. എന്നാനാ നുഗറാദ് അൽമ, എന്നാനാ നുഗറാദ് അൽമ എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് നഫ്താലി സെബുലോൺ പ്രദേശത്തുള്ള ജനങ്ങളോട് ഈശോ തുറന്നു പറയുകയാണ്. എന്നാനാ നുഗറാദ് അൽമ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്.
2-3 വർഷങ്ങൾക്ക് മുമ്പ് ഹൈ റേഞ്ചിൽ ഒരു വണ്ടിയിൽ ആളുകൾ യാത്ര ചെയ്യുകയാണ്. ഒരു ചെറിയ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ജീപ്പിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കിടയിൽ വണ്ടിയെ തെന്നി മാറിയപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെട്ടു, പുറത്തേക്ക് തെറിച്ചു വീണു. ഈ കുട്ടിയില്ലാതെ വണ്ടി കുറേ ദൂരം മുന്നോട്ട് പോയി. അവരാരും അറിഞ്ഞില്ല. പെട്ടതാണ്, രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിപ്പോയ സമയത്താണ് ഈ വണ്ടി കുഴിയിൽ വീണ് തെന്നി ഈ കുഞ്ഞ് പുറത്തേക്ക് വീണത്. ആ കുഞ്ഞ് ആ റൂട്ടിലെ ഒരു പ്രകാശത്തിൻ്റെ അടുത്തേക്ക്, പ്രകാശം ട്യൂബ്ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുന്നു, അതിൻ്റെ അരികിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് പോകുകയാണ്. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുമ്പോൾ ക്യാമറയിൽ പതിഞ്ഞു. വനപാലകർ കണ്ടു, ഓടി വന്ന ആ കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. അന്ന് പത്രവാർത്തയിൽ ആരാണ് ഈ കുഞ്ഞിന് ഈ പ്രകാശത്തിലേക്ക് നടന്നു പോകാൻ, അല്ലെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ് നടന്നു പോകാൻ ആരാണ് ഈ കുഞ്ഞിനെ പ്രേരിപ്പിച്ചത്? തുറമുഖത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്, കപ്പൽ തുറമുഖത്തേക്ക് അടുക്കാനുള്ള ഒരു വെളിച്ചമാണത്. എയർപോർട്ടിൽ വൺവേയിൽ അത് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് സുരക്ഷിതമായി വിമാനം ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രകാശം അപകടാവസ്ഥയിൽ, അസ്വസ്ഥതയുള്ള സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ അപകടം വരുമ്പോൾ പ്രത്യാശയായി, സദ്വാർത്തയായി അപകടാവസ്ഥയിൽ തരണം ചെയ്യാനുള്ള ഒരു അഭയ കേന്ദ്രമായി പ്രകാശം മാറുകയാണ്. ഏത് അപകടസന്ധിയും, ഏത് അസ്വസ്ഥതകളും, ഏത് പ്രതിസന്ധികളിലും നീക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റായി, ഉപകരണമായി പ്രകാശം മാറുകയാണ്, അഭയകേന്ദ്രമായി മാറുകയാണ്. നഫ്താലി, സെബുലോൺ പ്രദേശത്ത് നിന്ന് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ അപകടാവസ്ഥയിൽ, ഈ അന്ധകാരാവസ്ഥയിൽ, ഈ മരണത്തിന്റെ മേഖലയിൽ, മരണത്തിന്റെ നിഴൽ വീണ് നിങ്ങളുടെ ചുറ്റും ഇതാ പ്രകാശമായി ഞാനിതാ പ്രകാശമായി, അഭയസങ്കേതമായി ഇതാ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ ജനിച്ച പാതിരാത്രി പൂനിലാവിന്റെ വെണ്മയുണ്ടായത്. യേശു മിഴിപൂട്ടിയ സന്ധ്യ പാതിരാത്രിയുടെ കാളമയുണ്ടായത്. കാരണം പ്രകാശം അണഞ്ഞുപോയെന്ന് സുവിശേഷം അടയാളപ്പെടുത്തുന്നു. യേശുവിന്റെ ജന്മത്തിൽ പാതിരാത്രി പൂനിലാവായി, യേശുവിന്റെ മരണത്തിൽ സന്ധ്യ പോലും പാതിരാത്രിയുടെ കാളുമയുണ്ടായെന്ന് സുവിശേഷം അടയാളപ്പെടുത്തുന്നത് യേശു ഈ ലോകത്തിന്റെ പ്രകാശമായതുകൊണ്ടാണ്. അങ്ങനെ ഈ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു ഇനി അങ്ങോട്ട് തന്റെ അധരങ്ങൾ തുറന്നിട്ട് പറയുകയാണ്, മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം എന്ന വാക്ക്? മെറ്റനോയ എന്ന് ഗ്രീക്കിൽ പറയും, തൂവ് എന്ന് ഹീബ്രു ഭാഷയിൽ പറയും, യാബൂസ എന്ന് സുറിയാനി വാക്കിൽ പറയും. ഗ്രീക്കിൽ മെറ്റനോയ എന്ന് പറഞ്ഞാൽ 2 വാക്ക് കൂടി ചേരുന്നതാണ്. മെറ്റ നോയ. മെറ്റ എന്ന് പറഞ്ഞാൽ ഉന്നതമായത്, വലിയ എന്നാണ് അർത്ഥം. ഉന്നതമായത് അഥവാ വലുത് എന്ന അർത്ഥം. നോയ എന്ന വാക്കിനർത്ഥം വീക്ഷണം എന്നാണ്, ദർശനം എന്നാണ്. അപ്പോൾ യേശു പറഞ്ഞു, മെറ്റനോയ ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരിച്ചു വരവാണ്, മടക്കയാത്രയാണ്. ധൂർത്തപുത്രനെ പോലെ, നല്ല കള്ളനെ പോലെ, പാപിനിയായ സ്ത്രീയെ പോലെ, പത്രോസിനെ പോലെ കുരിശിൽ പ്രാണൻ പിടഞ്ഞ് മരിക്കുമ്പോൾ നല്ല കള്ളനെ പോലെ പ്രാണൻ പിടഞ്ഞ് മരിച്ച നല്ല കള്ളനെ പോലെ, കുരിശിൽ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച ശതാധിപനെ പോലെ ഒരു മടക്കയാത്രയാണ്. പഴയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തെങ്കിലേക്കുള്ള ഒരു മടക്കയാത്ര. അങ്ങനെ ദൈവത്തെങ്കിലേക്ക് മടങ്ങിയ ധൂർത്തപുത്രന്, സക്കൈവൂസ്, കുരിശിൽ കിടന്ന കള്ളന്, കുരിശിൽ പ്രാർത്ഥിച്ച ശതാധിപനൊക്കെ ജീവിതത്തിൽ വലിയ ദർശനം കിട്ടി, ഉന്നതമായ ദർശനം കിട്ടി. അവരുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തെ അവർ പരിവർത്തനപ്പെടുത്തി, രൂപാന്തരപ്പെടുത്തി. അങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടായി, ഉന്നതമായ ദർശനം കിട്ടി, വലിയ ദർശനം കിട്ടി. യേശുവിന്റെ അകലാത്ത അനുഗാമികളായി മാറാൻ അവർക്ക് പ്രകാശം കിട്ടി, വെളിച്ചം കിട്ടി. അവർക്ക് ആത്മീയ അന്ധകാരം നീക്കാനുള്ള കൃപയുടെ ആത്മാവിനെ വർഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മാനസാന്തരപ്പെടുക. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. തേസേ മൽക്കൂസ, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാറാത്ത കർത്താവേ വരണമേ എന്നാണ് വെളിപാട് പുസ്തകം പറയുക. തേസേ മൽക്കൂസ എന്ന്
പറഞ്ഞാൽ നിന്റെ രാജ്യം വരണമേ എന്ന് യേശു പ്രസംഗിച്ച അതേ സമയത്ത് ദൈവരാജ്യം അവിടെ സംസ്ഥാപിക്കപ്പെടുകയാണ്. കാരണം യേശു തന്നെ ദൈവത്തിന്റെ രാജ്യമാണ്. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ചുരുക്കത്തിൽ എന്നിലേക്ക് മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ, ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ ഒരു ദൈവം കാത്തിരിപ്പുണ്ട്, ഒരു രാജ്യം കാത്തിരിപ്പുണ്ട്. അതാണ് ദൈവരാജ്യം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അന്ധകാരത്തെ മാറ്റി നമ്മുടെ ഹൃദയത്തെ ദൈവപുത്രന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിവർത്തനപ്പെടുത്തി, രൂപാന്തരപ്പെടുത്തി, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും പ്രകാശം, സൂര്യപ്രകാശം ഭൂമിക്ക് മുഴുവൻ ലഭിക്കുന്നത് പോലെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങവെട്ടമായി ചുറ്റുമുള്ളവരിലേക്ക് പരത്തണമെന്ന്, വിടർത്തണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷം നമ്മളോട് പറയും, മാനസാന്തരം, തിരിച്ചു വരണം, മടങ്ങി വരണം. ഉന്നതമായ ദർശനം ലഭിക്കാൻ നിന്റെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിവർത്തനപ്പെടുത്തി, രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിന് ഉടമകളാകണം, ദൈവരാജ്യത്തിന് അർഹരാകണമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിനോട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ കൃപയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വെളിച്ചം വീഴുമ്പോൾ, നമുക്ക് ചുറ്റും കോവിഡിന്റെ മരണഭീതി നിൽക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ പ്രത്യാശയാണ്, ഞാൻ സദ്വാർത്തയാണ്, ഞാൻ രക്ഷയാണ്. എത്ര വലിയ പകർച്ചവ്യാധി ഉണ്ടെങ്കിലും, കോവിഡ് എന്ന മഹാമാരി മരണത്തിന്റെ നിഴൽ പരത്തുമെങ്കിലും യേശു പറയുന്നു, എൻ്റെ അരികില് സാന്ത്വനമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഞാൻ മരണത്തിന്റെ നിഴലിൽ ജീവിക്കുന്നവർക്ക് അഭയമാണ്, ആശാ കേന്ദ്രമാണ്, പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്, സദ്വാർത്തയാണ്. ദൈവപുത്രന്റെ നിതാന്തമായ നിത്യമായ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യമാം പ്രകാശമേ എന്നെ നയിക്കണമേ എന്ന് ഈ വെളിച്ചത്തെ നോക്കി കത്തി നിൽക്കുന്ന സൂര്യനെ പോലെ തേജസ്സുള്ള പ്രഭാതം മുതൽ പ്രദോഷം വരെ ലോകത്തിന് വെളിച്ചം പ്രദാനം ചെയ്യുന്ന, ജനിപ്പിച്ചപ്പോഴേ പാതിരാത്രിയെ പൂനിലാവാക്കി മാറ്റിയ യേശുവിൻ്റെ നിലാവ് എന്നിൽ നിറയ്ക്കണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിരുമത്വം കണ്ട ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ തിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും മാർ ആന്റണി മെത്രാനെയും സഭാധ്യക്ഷന്മാരെ ഇവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത് ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രവാചകന്മാരുടെ പ്രതീക്ഷയും നിയമങ്ങളുടെ പൂർത്തികരുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരസേവകനായി പുരസ്വരയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ സകല വിശുദ്ധരോട് വധിച്ചങ്ങേതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പെസഹാ രഹസ്യത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ. സകലത്തിനെയും നാഥായ നീക്കും, സകലത്തിനെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകടി കളയട്ടെ. നമ്മുടെ
അങ്ങയുടെ രാജ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയാർപ്പിക്കുകയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് ഉദ്വനമായ രണ്ടാമത്തെ ആഗമനം വരെ പരിശുദ്ധ ബലിപീഠത്തിന്മേൽ സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ കന്യാമരിയത്തിന്റെയും നീതിമാനായ പരമസേവന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ കൃപകളെ കുറിച്ച് ഞങ്ങൾ അവയോട് നന്ദി പറയുന്നു. പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങൾ അർപ്പകരാകുവാൻ ഭാവികളായിരുന്നു ഞങ്ങളെ അവിടുന്ന് സ്നേഹാതിരകത്താൽ യോഗ്യരാക്കി. അവിടുന്ന് നൽകുന്ന ദിവദാനം ഉറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നും അങ്ങയുടെ തിരുമുമ്പാകെ അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണം. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സ്ഥലത്തിലെയും നാഥനായ ദൈവത്തിന് കൃപാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ സ്ഥലത്തിൽ അർപ്പിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ വിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കാസേമെടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചെന്നപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. ആവേശക്കനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിമാരും വലിയമാർക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവ് ദ്രുവദാദർശനമായ കർദിനാൾമാർ ജോർജ് സിസ്റ്റർക്ക് വേണ്ടിയും മറാച്ചനക്ക് വേണ്ടിയും മറ്റെല്ലാ രൂപതാമേലക്ഷന്മാർക്ക് വേണ്ടിയും പത്രാന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതന്മാരായ പ്രേക്ഷിതൻ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധികൾ നിധിപൂർവ്വം ജീവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തുകൊണ്ട് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും ദൈവമേ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും പകർച്ചവ്യാധി മൂലം ഞങ്ങൾക്ക് ചുറ്റുവേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ആദര ശുശ്രൂഷാരംഗത്ത് സമർപ്പണബുദ്ധിയോടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമാവിധം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ ദൈവമേ, അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ പിതാവിന്റെയും ആദ്യസ്ഥം തന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എന്നും എപ്പോഴും നവീകരിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവകരുണയുടെ ആശീർവാദം അനുഗ്രഹം തന്ന് മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങയുടെ കൃപയാലും കരുണയാലും എന്നും എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവമേ, ഈ വിശുദ്ധ കുർബാനയിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും സമർപ്പിക്കുന്ന എല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ഇപ്പോൾ അവിടുന്ന് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കെന്നും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിനെന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോടങ്ങ് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോയെ, അങ്ങയുടെ പരിശുദ്ധത്തിന് നാമത്തിനെന്നും സ്തുതിയും നാഥനായ അങ്ങേക്കെന്നും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, പ്രസ്തുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമലമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് നിലനിന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും
പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങൾ സ്വീകരിച്ച് ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നീക്കുവാമേ. സർവശക്തനായ ദൈവമേ, അങ്ങേ മക്കളായി ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശദീകരിക്കുന്ന അമൂല്യമായ ശരീരത്താൽ നൽകപ്പെടുന്നു. സർവ്വജ്ഞനാഥ, നീ പരിശുദ്ധൻ 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 എന്നൊക്കെ പാടി ശ്രമിക്കാം. പാപോസിനായി ഇതാ സഹജനങ്ങൾക്കും സ്വർഗ്ഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവസങ്ങൾ സ്വീകരിച്ച് മാലാഖമാരെടുത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി ശ്രമിക്കാം. കർത്താവിന്റെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മളവരുടെ സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വിശുദ്ധായുടെ തിരുശരീരം തിരഞ്ഞെടുത്തവും നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. തേന്മേൽ നിന്ന് മോചിതരായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സ്വർഗ്ഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദിവരഹസ്യങ്ങൾ വഴി അങ്ങയുടെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന അങ്ങയുടെ തിരുശരീരരക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ തിരുശരീരരക്തങ്ങളുടെ പരികർമ്മങ്ങൾ വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടെ നിന്ന് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിന്റെ പരിപാലനയാൽ സംരക്ഷിക്കപ്പെട്ടവരെ നമ്മുടെ മേൽ അവിടുത്തെ കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നമ്മിൽ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രന്റെ തൃക്കരം നീട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും ആദ്യസ്ഥ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ. ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും നൽകി പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കൃപയാലും കരുണയാലും കാത്തു സംരക്ഷിച്ചു കൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടൽപ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈ അനുഗ്രഹം ലഭിക്കുവാനും ഞങ്ങളുടെ മൂല്യം അറിഞ്ഞുകൂടാ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.